പകൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടിയുടെ ഞെട്ടലിൽ നിന്നും പാകിസ്ഥാൻ ഇനിയും മോചിതരായിട്ടില്ല. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ കഴിഞ്ഞ മെയ് മാസത്തിലായിരുന്നു പാകിസ്ഥാനിലെ നിരവധി ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യൻ സൈന്യം തരിപ്പണമാക്കിയത്. ഇതിന് തുടർച്ചയായി ഓപ്പറേഷൻ സിന്ദൂർ 2 ഉണ്ടാകുമോ എന്ന ഭയത്തിൽ അതിർത്തിയിൽ പ്രതിരോധ സംവിധാനങ്ങൾ പാക് സൈന്യം വിന്യസിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട്. 26 പേർ കൊല്ലപ്പെട്ട പകൽഗാം ഭീകരാക്രമണത്തിനു മറുപടിയായി മെയ് 7-നാണ് ഇന്ത്യൻ സൈനിക വിഭാഗങ്ങൾ സംയുക്തമായി ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത്. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് പുറമെ സൈനിക കേന്ദ്രങ്ങൾക്കും സാരമായി തകരാർ സംഭവിച്ചിരുന്നു. തുടർന്ന് പാക് സൈന്യത്തിന്റെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെയാണ് ഇന്ത്യ വെടിനിർത്തലിന് തയ്യാറായത്. എന്നാൽ ഇത് കഴിഞ്ഞും തരം കിട്ടുമ്പോഴെല്ലാം ഇന്ത്യയെ കടന്നാക്രമിക്കാനാണ് പാകിസ്ഥാന്റെ നീക്കം. അതു മാത്രമല്ല, ഇന്ത്യക്കെതിരെ ഇല്ലാവചനങ്ങൾ പടച്ചുവിടുകയാണ് പാകിസ്ഥാന്റെ സ്ഥിരം പണി. നിലവിൽ ഇന്ത്യയുടെ സൈനിക ശക്തിയിൽ ഭയന്നു വിറച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. അതുകൊണ്ടാണ് ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള വ്യോമ ആയുധങ്ങളെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളെ പാക് അധിനിവേശ കശ്മീർ മേഖലയിൽ നിയന്ത്രണ രേഖയിലുടനീളം വിന്യസിക്കുകയാണ് എന്ന് പുറത്തുവരുന്ന റിപ്പോർട്ട്. റാവൽകോട്ട്, കോട്ട്ലി, ഫിംബർ മേഖലകളിലാണ് വിന്യാസം. ഇത്തരത്തിലുള്ള 30 പ്രതിരോധ സംവിധാനങ്ങളാണ് വിന്യസിക്കുന്നത്. പാക് സൈന്യത്തിന്റെ 12, 23 ഇൻഫൻട്രി ഡിവിഷനുകളുടെ നേതൃത്വത്തിലാണ് ഈ നടപടി പുരോഗമിക്കുന്നത്. നിയന്ത്രണ രേഖയിൽ 30-ലധികം ഡ്രോൺ പ്രതിരോധ യൂണിറ്റുകളും പാകിസ്ഥാൻ വിന്യസിച്ചതായും ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട്. കോട്ട്ലി, ഫിംബർ ബ്രിഗേഡുകളെ നിയന്ത്രിക്കുന്ന 23ാമത് ഇൻഫൻട്രി ഡിവിഷനോടൊപ്പം മുറി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന 12ാമത് ഇൻഫൻട്രി ഡിവിഷനു കീഴിലാണ് പാകിസ്ഥാൻ ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങൾ വിന്യസിച്ചിരിക്കുന്നത്. നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള വ്യോമാതിർത്തി നിരീക്ഷണവും ഇലക്ട്രോണിക് യുദ്ധോപകരണ ശേഷികളും ശക്തിപ്പെടുത്താനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നീക്കം. റാവൽകോട്ടയിലെ കൗണ്ടർ ഡ്രോൺ സംവിധാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നത് പൂഞ്ച് സെക്ടറിലെ ഇന്ത്യൻ പ്രദേശങ്ങൾക്ക് എതിർവശത്തുള്ള പ്രദേശങ്ങളുടെ ചുമതലയുള്ള സെക്കൻഡ് ആസാദ് കാശ്മീർ ബ്രിഗേഡാണ്. കോട്ട്ലിയുടെ ചുമതല തേർഡ് ആസാദ് കാശ്മീർ ബ്രിഗേഡിനും. ഇവരുടെ പ്രവർത്തന മേഖലയിൽ രജൌരി, പൂഞ്ച്, നൌഷേര, സുന്ദർബാനി എന്നീ സെക്ടറുകൾ ഉൾപ്പെടുന്നുണ്ട്. ഫിംബർ മേഖല കൈകാര്യം ചെയ്യുന്നത് 7ാമത്തെ ആസാദ് കാശ്മീർ ബ്രിഗേഡിനാണെന്നാണ് റിപ്പോർട്ട്. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന ഇന്ത്യയുടെ മുന്നറിയിപ്പും പടിഞ്ഞാറൻ അതിർത്തിയിലെ ഇന്ത്യയുടെ സൈനിക നീക്കങ്ങളിലെ വർധനവും പാകിസ്ഥാന്റെ മനസമാധാനം ആകെ കളഞ്ഞതായാണ് റിപ്പോർട്ട്. ഇക്കാരണത്താൽ ഒരു മുൻകരുതൽ എന്ന നിലയ്ക്കാണ് അതിർത്തിയിൽ പാകിസ്ഥാൻ കൂടുതൽ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുന്നത്. എന്തായാലും പാകിസ്ഥാൻ ഇനി ഇന്ത്യയെ തൊട്ടാൽ ഇന്ത്യയുടെ തിരിച്ചടി ഓപ്പറേഷൻ സിന്ദൂർ ആദ്യത്തേനേക്കാളും ഭയാനകമായിരിക്കും ഓപ്പറേഷൻ സിന്ദൂർ 2-വിലെ തിരിച്ചടി. അതുകൊണ്ട് എന്തായാലും പാകിസ്ഥാൻകാർ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ്. ഇന്ത്യയെ തൊട്ടാൽ ഇനി തിരിച്ചടി അതിഭയാനകമായിരിക്കും.